തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചു. അദ്ദേഹത്തിന്റെ വിവാദ ഒരു ഓഡിയോ സന്ദേശം പുറത്തുവന്നതിന് ശേഷമാണ് ഈ രാജി. അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് വാസ്തവമുണ്ടല്ലോ. ഇദ്ദേഹത്തിന്റെ രാജി എഴുതി വാങ്ങിയതിലൂടെ കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? വാസ്തവത്തിൽ ഇത് പാലോട് രവി ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു ആശ്ചര്യം തോന്നും. അയ്യോ, DCC പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു, കോൺഗ്രസ് തോക്കും. ഇത് DCC പ്രസിഡൻ്റായിട്ടിരിക്കുന്ന പാലോട് രവിയുടെ ആവശ്യമാണ് ഇപ്പോൾ പാലോട് രവിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക എന്ന്. അതിന് അദ്ദേഹം കളിച്ചൊരു നാടകമാണിത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം പാലോട് രവി 3 തവണ MLA ആയ ആളാണ്. നെടുമങ്ങാടിനെ പ്രതിനിധീകരിച്ച്, അല്ലെങ്കിൽ മണ്ഡല പുനർനിർണയം വരുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും പൊതുവെ നെടുമങ്ങാട് മണ്ഡലം തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിലെ ഒരു പ്രദേശത്ത് നിന്ന് MLA ആയ ആളാണ്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഈ DCC പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം വഹിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാം, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അങ്ങനെ കോൺഗ്രസ്സിലെ നിരവധി മുതിർന്ന നേതാക്കൾ ഈ സീറ്റ് മോഹികളായിട്ട്, ഭൈമീകാമുകന്മാരായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത ഇക്കുറി ഇല്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കേരളം പിടിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് 1 ഡസൻ ചെറുപ്പക്കാരെ രംഗത്തിറക്കിയിട്ടുണ്ട്. 1 ഡസൻ. PC വിഷ്ണുനാഥ് മുതൽ BRM ഷഫീർ വരെയുള്ള, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വരെയുള്ള 1 ഡസൻ ചെറുപ്പക്കാർ എണ്ണയിട്ട യന്ത്രം പോലെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചെറുപ്പക്കാർ കൂടുതലായി കടന്നു വരുന്നെങ്കിൽ അത് കോൺഗ്രസ്സിലാണ്, യൂത്ത് കോൺഗ്രസ്സിലാണ്. അത് അങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ ഒഴുക്ക് ഏറ്റവും വലിയ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന CPM-ന് പോലും ഇന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? ഒരു കേഡർ പാർട്ടിയായ SFI തൊട്ട് ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരുന്ന, പ്രവർത്തകരെയും നേതാക്കളെയും സൃഷ്ടിക്കുന്ന CPM-ന് പോലും ഇന്ന് അങ്ങനെ അവകാശപ്പെടാൻ സാധിക്കുന്നില്ല. കാരണം രാഷ്ട്രീയ കാലാവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെ അങ്ങനെ മാറിയിരിക്കുകയാണ്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സിൽ ഒറ്റയ്ക്കും കൂട്ടായും ചെറുപ്പക്കാരുടെ സംഖ്യ കൂടി വരികയാണ്. പേരിന് കേരളത്തിൽ BJP-ക്കും ആ ഒരു കാര്യം പറയാൻ കുറച്ചൊക്കെ വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസ്സിൽ സംഭവിക്കുന്നത് പോലെ BJP-യിലോ യുവമോർച്ചയിലോ സംഭവിക്കുന്നില്ല. പക്ഷേ പറയാം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുതിയ ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറയാം. ഇപ്പുറത്ത് CPM-ൻ്റെ കാര്യത്തിലാണെങ്കിൽ CPM-ഉം DYFI-യും SFI-യും വളരെ ശുഷ്കമായി പോകുന്നു എന്നുള്ളതാണ്. ഇത് ഏറ്റവും നന്നായിട്ട് തിരിച്ചറിഞ്ഞതും CPM തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ, പാലോട് രവിയാണല്ലോ വിഷയം. അപ്പോൾ പാലോട് രവിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ടിക്കറ്റ് കിട്ടില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ടിക്കറ്റ് പാലോട് രവിക്ക് മത്സരിക്കാതിരിക്കാൻ കഴിയില്ല. മറ്റേ ഇത് നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, പൂക്കാതിരിക്കാൻ എനിക്കാവുമോ, വിഷു വരികയാണ്, അപ്പോൾ കണിക്കൊന്ന പാടുകയാണ്, കൊന്നമരം പാടുകയാണ്, എനിക്ക് പൂക്കാതിരിക്കാനാകുമോ എന്ന് പാടുന്നത് പോലെ, കവി അങ്ങനെ സങ്കല്പിച്ചതുപോലെ തിരഞ്ഞെടുപ്പ് വരികയാണ്, എനിക്ക് മത്സരിക്കാതിരിക്കാനാകുമോ എന്ന അവസ്ഥയിലാണ് പാലോട് രവി. പാലോട് രവിയെ പോലെ നിരവധി മുതിർന്ന നേതാക്കളുണ്ട്. ഇപ്പോൾ നിലവിൽ MLA ആയിരിക്കുന്ന ആൾക്കാർക്ക് പോലും സീറ്റ് കിട്ടുമോ, കോൺഗ്രസിനുള്ളിൽ ടിക്കറ്റ് കിട്ടുമോ എന്ന് സംശയമുണ്ട്. പലരും ഇക്കുറി തുന്നി വച്ചിരിക്കുന്ന കുപ്പായം മറ്റുമല്ല, നിയമസഭയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുന്നി വച്ചിരിക്കുന്ന കുപ്പായം മറ്റു വല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വളരെ കൃത്യമായിട്ട് ഹൈക്കമാൻഡ് AC വേണുഗോപാൽ മുതൽ ഇങ്ങോട്ട് താഴോട്ട് വളരെ കൃത്യമായിട്ട് അവർക്ക് പദ്ധതിയുണ്ട്, പ്ലാനിങ് ഉണ്ട്. അപ്പോൾ പിന്നെന്താ വഴി? എന്തായാലും കോൺഗ്രസ് ടിക്കറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായി. പിന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയി വേറൊരു പാർട്ടിയിൽ ചേർന്ന് അവിടുന്ന് മത്സരിക്കണം. അതിനിപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും എളുപ്പം അങ്ങനെ നുഴഞ്ഞു കയറാൻ പറ്റുന്നത് BJP-യിലാണെന്ന് പാലോട് രവി കണക്കൂട്ടുന്നു. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് അങ്ങനെ വെറുതെ പുറത്തു പോകാൻ പറ്റില്ലല്ലോ. പുറത്തു പോകണമെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കണം. അതായത് കോൺഗ്രസ് പുറത്താക്കണം. അങ്ങനെ പുറത്താക്കുമ്പോൾ ആ സഹതാപമായിട്ട് വന്ന് BJP-യോട് വിലപേശി BJP-യിൽ കയറാം എന്നാണ് പാലോട് രവിയുടെ കണക്കുകൂട്ടൽ. അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, BJP 60 സീറ്റിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കൂ, തുടർഭരണം വരും,
എൽ ഡി എഫ് തന്നെ ഭരിക്കും, കോൺഗ്രസ് പൊട്ടി തകർന്നു പോകും, അല്ലേ? അങ്ങനെ വളരെ കൃത്യമായിട്ട് ഒരു നാടകം, ഒരു തിരക്കഥ രചിക്കുകയും ഒരു നാടകം ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ആ നാടകത്തിൻ്റെ രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. അത് വളരെ കൃത്യമായിട്ടും അഭിനയിച്ച് ഫലിപ്പിക്കാൻ പാലോട് രവിക്ക് പറ്റി. പാലോട് രവി ഒരു പക്ഷേ ബി ജെ പിയിലെ ഏതെങ്കിലും നേതാക്കളുമായിട്ട് ചില നീക്കുപോക്കുകളൊക്കെ നടത്തിയിട്ടുണ്ടാകും. നെടുമങ്ങാട് സീറ്റിൽ എനിക്ക് മത്സരിക്കണം, എനിക്ക് ടിക്കറ്റ് തരണം എന്ന രീതിയിൽ അവിടെ എന്തെങ്കിലും നീക്കുപോക്ക് നടത്തിയിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. ആ തരത്തിൽ നടന്ന ഒരു ഓപ്പറേഷനാണ്. അത് വളരെ ഭംഗിയായിട്ട് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് ഏത് കണ്ണുപൊട്ടനും ഇവിടെ ഒരു കോൺഗ്രസ് വിരുദ്ധ തരംഗമുണ്ട് എന്ന് പറയില്ല. അതേസമയം എൽ ഡി എഫ് വിരുദ്ധ തരംഗമുണ്ട്, പിണറായി വിരുദ്ധ തരംഗമുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പകൽ പോലെ സത്യമാണ്. കോൺഗ്രസിനെ അടിക്കാനുള്ള വടി കോൺഗ്രസ്സുകാർ തന്നെ നൽകുകയാണല്ലോ. ഒരു കാലത്ത് 2024 തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിൽ പ്രതിസന്ധി ആയിരുന്നപ്പോഴാണ് ശശി തരൂരിൻ്റെ ഒരു പരാമർശം വരുന്നത്, കേരളം വലിയ വികസിക്കുകയാണെന്ന രീതിയിലുള്ള. അത് LDF കൃത്യമായി തന്നെ മുതലാക്കി. ഇതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് അതെ, ഇടതുപക്ഷമാണ്. കാരണം അവർക്ക് കിട്ടിയ ഒരു പിടികൊള്ളിയാണ് ഈ സാധനം. ഈ ശശി തരൂർ എങ്ങനെയാണോ കേന്ദ്രത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഇക്കുറി അധികാരത്തിൽ വരേണ്ടതായിരുന്നു എന്ന മട്ടിലാണ് കോൺഗ്രസ്സുകാരുടെ വിലയിരുത്തൽ. 99 സീറ്റ് നേടിയപ്പോൾ അവരെന്തോ ഒരു വലിയ സംഭവമാണെന്നാണ് കരുതുന്നത്. ശരിയാണ്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 99 സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ ഒരു അത്ഭുതം തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് പദവി, അതെ, പ്രതിപക്ഷ നേതാവ് 2014-ലും 19-ലും ലഭിച്ചില്ല. അങ്ങനെ കിട്ടാതിരുന്ന ഒരു പദവി ഈ 3ാം ടേമിൽ കിട്ടി എന്നുള്ളതാണ്. അതൊരു അത്ഭുതം തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അറിയാം, ഇനി കേന്ദ്രത്തിൽ വരില്ല, അധികാരത്തിൽ വരാനുള്ള യാതൊരു സാധ്യതയുമില്ല. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നടന്ന ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP തൂത്തുവാരി ഡൽഹിയിൽ കോൺഗ്രസ് സമ്പൂജ്യരായിട്ട് തൃപ്തിയടയേണ്ടി വന്നു. എന്നാൽ ഇന്ന് കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. കേരളത്തിൽ BJP അധികാരം പിടിക്കാൻ പോയിട്ട് പ്രതിപക്ഷത്തിരിക്കാൻ പോലുമുള്ള കരുത്ത് BJP ആർജിച്ചിട്ടില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. BJP വളരുന്ന പാർട്ടിയാണ്, വലിയ രീതിയിൽ മുന്നേറുന്ന പാർട്ടിയാണ്, വോട്ട് ഷെയർ കൂട്ടിക്കൊണ്ട് വരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ കേരളത്തിലെ മുന്നണി സമവാക്യങ്ങൾ ഒരു വലിയ ഘടകമാണ്. നിസ്സാര വോട്ടിനെങ്കിലും BJP രണ്ടാമത് ഫിനിഷ് ചെയ്യേണ്ടി വരും എന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട്. ഇല്ലെങ്കിൽ ഈ മുന്നണികൾ പാർട്ടികൾ പരസ്പരം ക്രോസ് വോട്ട് ചെയ്ത് BJPയെ തോൽപ്പിക്കും. അതായത് ഉദാഹരണത്തിന് നേമത്ത് BJP ജയിക്കും എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ UDFിലുള്ള ചില കക്ഷികളെങ്കിലും അവരുടെ വോട്ട് LDF, അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന LDF ആണ്, UDF ബഹുദൂരം പുറകിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തോക്കും, എന്നാൽ പിന്നെ BJP വരരുത്, BJP എതിർക്കാൻ നമ്മളെ ഉള്ളൂ എന്ന് തെളിയിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ആ വോട്ട് LDFന് കൊടുത്ത് LDFനെ ജയിപ്പിക്കും. പാലക്കാട് BJP ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന LDF വോട്ട് UDFന് കൊടുത്ത് BJPയെ തോൽപ്പിക്കും. മഞ്ചേശ്വരത്ത് ഇതേ പ്രതിഭാസം നമ്മൾ കാണുന്നു. UDFിൻ്റെ മുസ്ലിം ലീഗാണ് അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. BJP ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ LDF വോട്ട് മറിച്ച് മുസ്ലിം ലീഗിന് കൊടുക്കും, മുസ്ലിം ലീഗ് അവിടെ ജയിക്കും. കാസർഗോഡും സമാനമാണ്, മുസ്ലിം ലീഗ് ജയിക്കും, BJP 2ാം സ്ഥാനത്ത്. ഇത് ഇങ്ങനൊരു പ്രതിഭാസം കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടന്നു വരികയാണ്, പ്രത്യേകിച്ച് 2011 ശേഷം. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെടുമങ്ങാട് BJP നല്ല രീതിയിൽ അവിടെ വർക്കുകൾ നടക്കുന്നുണ്ട്, BJP മുന്നേറുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ BJPയുടേത് വരാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ യുവരാജ് ഗോകുലിനെ പോലെയുള്ള ചെറുപ്പക്കാരാരെങ്കിലും ആയിരിക്കും നെടുമങ്ങാട് മത്സരിക്കുന്നത്. യുവരാജ് ഗോകുൽ മാത്രമല്ല, മറ്റു പലരുമുണ്ട്. VV രാജേഷ് നേരത്തെ അവിടെ മത്സരിച്ചിരുന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജില്ലയുടെ ചുമതലയിൽ വന്നിരിക്കുന്ന പല ചെറുപ്പക്കാരുമുണ്ട്. നടൻ കൃഷ്ണകുമാറിനെ ചിലപ്പോൾ പരിഗണിച്ചേക്കാം. അതുപോലെ ഏതെങ്കിലും ഒരു നല്ല വനിതാ സ്ഥാനാർത്ഥിയെ, തിരുവനന്തപുരത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു നല്ല വനിതയെ നിർത്താൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ഭാരവാഹി മത്സരിക്കാൻ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ BJPക്ക് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് നെടുമങ്ങാട്. അവിടെ കോൺഗ്രസിൽ നിന്ന് വന്ന് മത്സരിക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിച്ചതാ കോൺഗ്രസിനെ തകർത്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വന്ന് BJP ടിക്കറ്റിൽ മത്സരിക്കാൻ ഞാനിതാ വരുന്നു, ഞാൻ തയ്യാറായിരിക്കുന്നു
എന്ന് പറഞ്ഞൊരു വരക്കം വരാനാണ് പാലോട് രവി ശ്രമിച്ചിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു അത് പൂർണ്ണമായിട്ടും വിജയിക്കാൻ സാധ്യതയില്ല. ഒന്നാമത്തെ കാര്യം, പാലോട് രവിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇനി ഒരു തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഒരു ആരോഗ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. നമ്മൾ കണ്ടതാണ് ജനഗണമന അദ്ദേഹം പാടി ഫലിപ്പിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടു. സിദ്ദിഖ് ഓടി വന്ന് ആ മൈക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ അത് വലിയ അബദ്ധമായി മാറിയേനെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വോട്ടർമാരുടെ മുന്നിലുണ്ട്. BJP ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അവർ ഈ കാര്യത്തെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല, ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പാലോട് രവി വളരെ കൃത്യമായിട്ട് തൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് പുതിയൊരു മേച്ചിൽപ്പുറം തേടുകയാണ്. ഇനിയും എന്താ പറയുക, എനിക്ക് ഇനിയും അംഗത്തിന് ബാല്യമുണ്ട് എന്ന തോന്നലിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അത് എത്ര കണ്ട് വിജയിക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും കോൺഗ്രസ് വളരെ സമർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് രാജി എഴുതി വാങ്ങിച്ചു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു എന്നേ ഉള്ളൂ. ഒരർത്ഥത്തിൽ അത് പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. വേണമെങ്കിൽ താൻ പൊക്കോ, ഇല്ലെങ്കിൽ ഇവിടെ എങ്ങാനും നിന്നോ, ആ മൂലയ്ക്ക് എങ്ങാനും കിടന്നോ, ആരും ചവിട്ടാനും തൊഴിക്കാനും ഒന്നും വരില്ല എന്ന് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് നേതൃത്വം, KPCC നേതൃത്വം പാലോട് രവിയോട് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.